നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ക്രിയേറ്റിംഗ് ഫെസിലിറ്റേറ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റിൽ 3 ടോപ്പിക്സും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അവസാനത്തെ ടോപ്പിക്കാണ് ടീച്ചിങ് ടു ഫെസിലിറ്റേറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് ടീച്ചിങ് സ്ട്രാറ്റജീസ്, മോഡൽസ് ഓഫ് ടീച്ചിങ് ആൻഡ് ടീച്ചേഴ്സ് പേഴ്സണാലിറ്റി ആൻഡ് റോൾ ഓഫ് ടീച്ചർ എന്നുള്ളതാണ്. ഇത് ഓൾറെഡി നമ്മൾ ഫിലോസഫിയിൽ റോൾ ഓഫ് ടീച്ചറൊക്കെ പഠിച്ചതാണ്. അപ്പം അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് ഇത്. സെയിം പോയിൻറ്റ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ടീച്ചിങ് എന്ന് പറയുന്നത്. Brilliant teaching reflects scholarship, personal integrity and the ability to communicate with the young. അപ്പോൾ ബ്രില്യൻറ്റ് ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീച്ചർ ഈസ് എ ബ്രില്യൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ക്വാളിഫിക്കേഷൻസ് വേണം, സ്കോളർഷിപ്പ് വേണം. അപ്പോൾ നമ്മളിപ്പോൾ ലിസ്മിയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും നിങ്ങളെല്ലാവരും കാണണമെന്നൊന്നുമില്ല. കാരണം ആ ടീച്ചർ ക്വാളിഫൈഡ് ആണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. കുറേ കുട്ടികൾ ചോദിക്കും എന്താണ് ക്വാളിഫിക്കേഷൻ ഈ ചാപ്റ്റേഴ്സൊക്കെ എടുക്കാൻ. അപ്പോൾ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്, നമുക്ക് ഇന്ന ഡിഗ്രികളുണ്ട്, കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ വി ഹാവ് ദ റൈറ്റ് ടു സ്പീക്ക്. അതേപോലെ രണ്ടാമത്തേത് പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി ആൻഡ് ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ യങ്. അപ്പം ചെറിയ കുട്ടികളോട് നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഈസി ആയിട്ട് അവർക്ക് മെസ്സേജ് കൺവേ ചെയ്യാനൊക്കെയുള്ള നമ്മുടെ ഒരു കഴിവ് ഒക്കെ ടീച്ചിങ്ങിൽ വരുന്നതാണ്. ആൻഡ് സ്കോളർഷിപ്പ് ഈസ് ബോത്ത് ദ ഗ്രാസ്പ് ഓഫ് എ റിലം ഓഫ് നോളേജ് ആൻഡ് എ ഹാബിറ്റ് ഓഫ് മൈൻഡ്. ഈ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചർ ഷുഡ് ബി എ സ്കോളർ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോളേജ് അറ്റൈൻ ചെയ്യുക. നമ്മൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമുക്ക് ആ പഠിത്തം എന്നുള്ളൊരു കാര്യത്തിനോടൊരു താല്പര്യം ഉണ്ടായിരിക്കണം. അതൊരു ഹാബിറ്റ് ഓഫ് മൈൻഡായിട്ട് മാറണം. ആൻഡ് ഇൻറ്റഗ്രിറ്റി ഇംപ്ലൈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓണസ്റ്റി, ഫ്രാങ്ക്നെസ്, സിൻസിയറിറ്റി ആൻഡ് എ സെൻസ് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ദ പേഴ്സണൽ ഐഡൻറ്റിറ്റി എ ഫൈൻ ടീച്ചർ എക്സിബിറ്റ്സ്. അപ്പം ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഒരു ടീച്ചറെ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ ഓണസ്റ്റി ഉണ്ടായിരിക്കണം, ഫ്രാങ്ക്നെസ് ഉണ്ടായിരിക്കണം, സിൻസിയർ ആയിരിക്കണം, അതേപോലെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, അതുപോലെ ഒരു പേഴ്സണൽ ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കണം. ഇതെല്ലാം ഒരു ടീച്ചർക്ക് ആവശ്യമുള്ളതാണ്. ആൻഡ് ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ യങ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ടീച്ചിങ്. ഒരുപാട് ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലെങ്കിലും നല്ല രീതിയിൽ കുട്ടികൾക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അത് ഗുഡ് കമ്മ്യൂണിക്കേഷനാണ് ഇതിലൊക്കെ ഏറ്റവും വലുത് കേട്ടോ. ഇറ്റ് ഇംപ്ലൈസ് ലൈക്കിംഗ് യങ് പീപ്പിൾ, എൻജോയിങ് ദെയർ നോയ്സി എക്സ്യൂബറൻസ് ആൻഡ് ഇൻറ്റൻസ് ക്വസ്റ്റ്യനിങ് വിച്ച് ആർ ഓൾ പാർട്ട് ഓഫ് ദെയർ പ്രോസസ് ഓഫ് ഗ്രോയിങ് അപ്പ്. അപ്പം ഒരു ജോലിയും നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. പക്ഷേ ടീച്ചിങ് ഒക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ ഫീൽഡേ തിരഞ്ഞെടുക്കാൻ പാടില്ല. ആരുടെയും നിർബന്ധത്തിന് വഴങ്ങി തിരഞ്ഞെടുക്കാൻ പറ്റുന്നൊരു ഫീൽഡ് അല്ല ടീച്ചിങ് എന്ന് പറയുന്നത്. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കുട്ടികളുടെ ബഹളവും അവരുടെ ചോദ്യം ചോദിക്കലും അവർ നമ്മളെ ഇങ്ങനെ വന്ന് ശല്യം ചെയ്യുന്നത് ഇഷ്ടപ്പെടാൻ നമുക്ക് കഴിയണം. അതൊരു ശല്യം, അതൊരു രസമായിട്ട് നമുക്ക് തോന്നണം. ഇതെന്തൊരു ഡിസ്റ്റർബൻസ് ആണെന്ന് തോന്നുന്ന മുരടൻ ടീച്ചേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് ആ ഫീൽഡ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. അത് ആ കുട്ടികളെയും റിഫ്ലക്റ്റ് ചെയ്യും. ആൻഡ് ടീച്ചർ മസ്റ്റ് ട്രൈ ടു മേക്ക് ദ ക്ലാസ് എസ് എൻ എൻ്റർടൈനിങ് വൺ. അപ്പോൾ ക്ലാസ് റൂം എന്ന് പറയുന്നത് ടീച്ചർ എപ്പോഴും ഒരു എൻ്റർടൈനിങ് ആയിട്ട് സൂക്ഷിക്കണം. അപ്പം പല ക്ലാസ്സുകളും നമ്മൾ വീഡിയോയും അങ്ങനെ ഫോട്ടോസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുമ്പോൾ സിനിമ കാണുന്ന പോലെ ഉണ്ട് ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. കാരണം അവർ ആ ഒരു കഥ പിന്നീട് ഒരിക്കലും മറക്കരുത് എന്നുള്ള രീതിയിൽ. അപ്പം എൻ്റർടൈനിങ് ആയിരിക്കണം ക്ലാസ് റൂം എന്ന് പറയുന്നത്. ദർ ഷുഡ് ബി ഹ്യൂമർ, പ്ലഷർ ആൻഡ് ഇൻട്രിൻസിക് റിവാർഡ്സ്. അതുപോലെ സന്തോഷവും തമാശകളും ചിരിയും ചിന്തകളും എല്ലാം കൂടിക്കലർന്നതായിരിക്കണം ടീച്ചിങ്. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ആൻഡ് ടീച്ചിങ് സ്ട്രാറ്റജീസ്. Teaching strategies are the techniques teachers use to facilitate effective learning. It includes any activity that teachers adopt to engage learners in the process of learning actively. ഒരു പഠനം അല്ലെങ്കിൽ ഒരു പഠനമുറി അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം എത്രത്തോളം ആക്റ്റീവായി നിലനിർത്താൻ എന്തെല്ലാം അടവുകൾ ടീച്ചർ എടുക്കുന്നുണ്ടോ, എന്തെല്ലാം ടെക്നിക്കുകൾ ടീച്ചർ പയറ്റുന്നുണ്ടോ, ഇതെല്ലാം തന്നെ ടീച്ചിങ് സ്ട്രാറ്റജി എന്ന് പറയുന്ന കാര്യത്തിലേക്ക് വരും. ടീച്ചർ ചിലപ്പോൾ വേഷം മാറി വരും, ചിലപ്പോൾ തൊപ്പി വെച്ചിട്ടും അല്ലെങ്കിൽ വേഷങ്ങൾ കെട്ടിയിട്ട് വരും, ഡ്രാമ നടത്തും, ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടത്തും, വർക്കിംഗ് മോഡലും സ്റ്റിൽ മോഡലും കൊണ്ടുവരും, കുട്ടികളെ ആക്റ്റീവായിട്ട് ചെയ്യിപ്പിക്കും. അപ്പം ആ ക്ലാസ് റൂം അത്ര എനർജറ്റിക് ആയിട്ട് സൂക്ഷിക്കാൻ ഒരു ടീച്ചർക്ക് എങ്ങനെ സാധിക്കുന്നു? അത് തന്നെയാണ്. ആൻഡ് നോ സിംഗിൾ ടീച്ചിങ് സ്ട്രാറ്റജി ഈസ് സ്യൂട്ടബിൾ ടു ഓൾ ലേണേഴ്സ്. നമ്മൾ വിചാരിക്കും ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത്, പക്ഷെ അതൊരിക്കലും എല്ലാവർക്കും സ്യൂട്ടബിൾ ആവണമെന്നില്ല. ടീച്ചേഴ്സ് ആൻഡ് സബ്ജക്ട്സ് ഓൾസോ നമ്മൾ പഠിപ്പിക്കുന്ന പാഠഭാഗത്തിനനുസരിച്ചും ഒരേ മെത്തേഡ് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റില്ല. സോ ടീച്ചേഴ്സ് ഷുഡ് ബി തറോ വിത്ത് എ വൈഡ് റേഞ്ച് ഓഫ് ടീച്ചിങ് സ്ട്രാറ്റജീസ് ടു സെലക്ട് ആൻഡ് യൂസ് കൺസിഡറിങ് ദ ലേണർ, സബ്ജക്റ്റ് മാറ്റർ ആൻഡ് ഹിംസെൽഫ്. അപ്പോൾ ടീച്ചേഴ്സ് എപ്പോഴും എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഒരു ക്ലാസ് റൂം സെറ്റപ്പ് ചെയ്യാൻ, ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ. ദേ മേ ട്രൈ ടു ഡെവലപ്പ് ഓൺ ദെയർ ഓൺ ഓർ മോഡിഫൈ ദ എക്സിസ്റ്റിംഗ് സ്ട്രാറ്റജീസ് ടു മേക്ക് ഹിസ് ടീച്ചിങ് അലൈൻ വിത്ത് ഡിഫറെൻറ്റ് ലേണിംഗ് സ്റ്റൈൽസ് ഓഫ് ലേണേഴ്സ് ആൻഡ് ദസ് മോർ എഫക്റ്റീവ്. അപ്പോൾ നമ്മൾ ഒരു ടീച്ചറായിരിക്കുമ്പോൾ എപ്പോഴും പഴയ രീതി തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. നമുക്ക് പുതിയ പുതിയ രീതികൾ ഇങ്ങനെ കണ്ടുപിടിച്ച് ഓരോ ദിവസവും കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നമ്മളൊക്കെ കൈറ്റിലൊക്കെയുള്ള ക്ലാസ്സുകളൊക്കെ കാണുമ്പം എന്ത് രസമാണ് അല്ലേ, ചിത്രങ്ങൾ വരുന്നു, പാട്ടുകൾ അവർ പാടുന്നു, അതുപോലെ വീഡിയോസ് കാണിക്കുന്നു, അനിമേഷൻസ് കാണിക്കുന്നു, ഇത്ര രസകരമായിട്ടുള്ള ക്ലാസ് റൂമാണ്. അപ്പം ഈ രീതിയിൽ പല വേ ഓഫ് സ്റ്റഡിങ്, പല വേ ഓഫ് ലേണിംഗ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. Effective teaching strategies meet different learning styles and developmental needs and aspirations of learners. അപ്പം ഓരോ കുട്ടികൾക്ക് അനുസൃതമായിട്ടുള്ളൊരു ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ ഗുഡ് ടീച്ചിങ്ങിന് സാധിക്കും. The most widely used teaching strategies include cooperative learning, collaborative learning, role play, homework, note taking, note making, summarizing, direct instruction, independent learning and jigsaw. ഇതൊക്കെ തന്നെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടീച്ചിങ് സ്ട്രാറ്റജീസ്. ഇപ്പോൾ റോൾ പ്ലേ ഉപയോഗിക്കാം, ഹോംവർക്ക് കൊടുക്കാം, കൊളാബറേറ്റീവ് ലേണിംഗ് നടത്താം, കോർപ്പറേറ്റീവ് ലേണിംഗ് നടത്താം, നോട്ട് ടേക്കിങ്ങും നോട്ട് മേക്കിങ്ങും ഒക്കെ നടത്താം. അതുപോലെ നമുക്ക് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, ജിക്സോ പസിൽസ് നടത്താം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ക്ലാസ് റൂം സെറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? An effective strategy of teaching serves several important purposes in facilitating learning. The importance of a good teaching strategies can be പിൻ പോയിൻറ്റഡ് ആസ് എ ഫോളോയിങ്. പ്രധാനപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഒരു എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. ഇറ്റ് ഹെൽപ്സ് ഷേപ്പ് ഗുഡ് ലേണിംഗ് എൻവയോൺമെൻറ്റ്, നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കുന്നു. ആൻഡ് ഇറ്റ് എൻഹാൻസസ് ഇഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ്, നല്ല എഫക്റ്റീവായിട്ട് ടീച്ചിങ് നടക്കുന്നു. ഇറ്റ് ബ്രിങ്സ് മോർ മോട്ടിവേഷൻ ടു ലേണേഴ്സ്, അപ്പോൾ ലേണേഴ്സിനൊക്കെ നല്ല ഒരു മോട്ടിവേഷൻ ഉണ്ടാകുന്നു. ആൻഡ് ഇറ്റ് മേക്സ് ലേണേഴ്സ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ ദ ക്ലാസ് ആൻഡ് സബ്ജക്റ്റ്, കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നു. ആൻഡ് ഇറ്റ് മേക്സ് ലേണേഴ്സ് മോർ അറ്റൻറ്റീവ്, അതുപോലെ കൂടുതലായിട്ട് അവർക്ക് ഇൻട്രസ്റ്റും താല്പര്യവും ഒക്കെ ഉണ്ടായിട്ട് ഏകാഗ്രമായിട്ട് ഇരിക്കാൻ സഹായിക്കുന്നു. ആൻഡ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഈസി അണ്ടർസ്റ്റാൻഡിങ്, പിന്നെ അതേപോലെ തന്നെ കോൺസെപ്റ്റ് എന്ത് തന്നെയാണെങ്കിലും അത് പെട്ടെന്ന് അവർക്ക് കത്താൻ അവരെ സഹായിക്കുന്നു. And it facilitates effective organization of learning materials, and it facilitates more effective assessment, and it helps teachers meet individual differences among learners. പിന്നെ കുട്ടികളുടെ ഓരോരുത്തരുടെയും ലേണിംഗ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കുന്നു. അസസ്മെൻറ്റ് ഈസി ആയിട്ട് സംഭവിക്കുന്നു. ആൻഡ് ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ലേണിംഗ് ടൈം, ആ ഒരു ക്ലാസ് റൂം അല്ലെങ്കിൽ ആ ഒരു അവർ അങ്ങോട്ട് നമുക്ക് ഉപയോഗപ്രദമായി എന്തൊക്കെയോ കുട്ടികൾക്ക് കിട്ടി എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാവുന്നു. ആൻഡ് ഇറ്റ് മീറ്റ്സ് ഡിഫറെൻറ്റ് ലേണിംഗ് സ്റ്റൈൽസ് ഓഫ് ലേണേഴ്സ്, പല ലേണിംഗ് സ്റ്റൈൽസ് അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ആൻഡ് ഇറ്റ് ഡെവലപ്സ് ടീച്ചേഴ്സ് ക്രിയേറ്റിവിറ്റി, അതേപോലെ ഒരു ടീച്ചർക്ക് ഒരു ഏറ്റവും നല്ല പെർഫോമർ ആവാനും ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറാനും ഒക്കെ ഇത് സഹായിക്കും. ആൻഡ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് ടീച്ചേഴ്സ്, അതുപോലെ പ്രൊഫഷണലിയും ടീച്ചർ നല്ല ഡെവലപ്പ് ആവും. ആൻഡ് ഇനി നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മോഡൽസ് ഓഫ് ടീച്ചിങ് ആണ്. എ ടീച്ചിങ് മോഡൽ ഇസ് എൻ ഇൻസ്ട്രക്ഷണൽ പാറ്റേൺ ബേസ്ഡ് ഓൺ എ സ്പെസിഫിക് ലേണിംഗ് തിയറി. ഇറ്റ് ഈസ് എ പ്ലാൻ ടു ഡിസൈൻ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ആൻഡ് എൻവയോൺമെൻറ്റ്. ഈ മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മോഡൽസ് ഓഫ് ടീച്ചിങ് നമുക്കുണ്ട്. കുട്ടികൾക്ക് പഠനം ഏറ്റവും സുഗമമാക്കാൻ വേണ്ടിയിട്ട് പല മെത്തേഡ്സ്, പല തിയറീസ് അനുസരിച്ച് നമ്മൾ ക്ലാസ്സിൽ പയറ്റി നോക്കാറുണ്ട്. അത്തരത്തിലുള്ള മോഡൽസിനെയാണ് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. According to Bruce Joyce and Marsha Weil, teaching models are just instructional designs. ഇത് പഠിച്ചാൽ മതി. ഈ ടീച്ചിങ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷണൽ ഡിസൈൻസ്. They describe the process of specifying and producing particular environmental situations which cause the student to interact in such a way that specific change occurs in his behavior. അപ്പോൾ കുട്ടികളുടെ ബിഹേവിയറൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിക്കൊണ്ട് ക്ലാസ് റൂമിൽ എങ്ങനെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ക്ലാസ് റൂമിൽ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളത് നമ്മൾ നോക്കുന്ന ആ ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ മോഡൽസ് ഓഫ് ടീച്ചിങ്. അതൊരു ഇൻസ്ട്രക്ഷണൽ ഡിസൈനാണ്. എ ടീച്ചിങ് മോഡൽ ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ദാറ്റ് ലീഡ്സ് ടു സ്പെസിഫിക് ലേണിംഗ് ഔട്ട്കംസ്. അപ്പോൾ ഈ ഒരു ടീച്ചിങ് പറയുന്ന ഈ ഒരു ടീച്ചിങ് മോഡൽ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ്. ഒരു സ്പെസിഫിക് ലേണിംഗ് ഔട്ട്കംസ് ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ നടത്തുന്നത്. ദ ടീച്ചിങ് മോഡൽ സ്പെസിഫൈ ദ കരിക്കുലം, ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്, ടീച്ചർ പീപ്പിൾ റിലേഷൻഷിപ്സ് എക്സെട്ര. ആൻഡ് ഇറ്റ് എലൂസിഡേറ്റ്സ് ഹൗ കരിക്കുലർ മെറ്റീരിയൽസ് ആർ ട്രാൻസാക്റ്റഡ് എഫക്റ്റീവ്ലി. മോഡൽസ് ഓഫ് ടീച്ചിങ് ക്യാൻ ഓൾസോ ബി ആസ് മോഡൽസ് ഓഫ് ലേണിംഗ്. ദേ ടീച്ച് ഹൗ ടു ലേൺ ഫ്രൂട്ട്ഫുള്ളി. ദേ ഡെവലപ്പ് ദ ലേണേഴ്സ് കപ്പാസിറ്റി ടു ലേൺ. അപ്പം
ശരിക്കും ഇത് കരിക്കുലം ബേസ്ഡ് ആയിരിക്കും. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് ഒക്കെ ഇതിൻ്റെ ഡിസൈനിൽ വരും. എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കണം, എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം, പ്രോപ്പർട്ടീസ് എന്ത് ഉപയോഗിക്കാം, എല്ലാം. പിന്നെ അതുപോലെ തന്നെ കുട്ടികളും ടീച്ചേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നല്ലതായിട്ട് വരും. അതുപോലെ നമുക്ക് ഈസി ആയിട്ട് എന്താണോ മെസ്സേജ് അത് കൺവേ ചെയ്യാനും ഈസി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇനി നമുക്കിതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ടീച്ചിങ് മോഡൽ നോക്കാം. ഇറ്റ് പ്രൊവൈഡ്സ് ഗൈഡൻസ് ടു ടീച്ചേഴ്സ് ആൻഡ് പീപ്പിൾസ്. കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഒരുപോലെ ഒരു ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഡെവലപ്സ് കരിക്കുലം. ഇതിൻ്റെ ബേസിസിലാണ് കരിക്കുലം കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ഇറ്റ് സ്പെസിഫൈസ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്. എന്തൊക്കെ നമ്മൾ ഉപയോഗിക്കണം, നമ്മുടെ സിലബസ് എന്തൊക്കെ വേണം എന്നുള്ളത് തീരുമാനിക്കാൻ നമുക്ക് സഹായിക്കുന്നു. അതുപോലെ അതുമായി റിലേറ്റ് ചെയ്ത മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. ഇറ്റ് ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ടീച്ചിങ്. അതേപോലെ തന്നെ ടീച്ചിങ്ങിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നു. ആൻഡ് ഇറ്റ് ക്രിയേറ്റ് സ്യൂട്ടബിൾ എൻവയോൺമെൻറ്റ്. അതുപോലെ നല്ലൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഡെവലപ്മെൻറ്റ് ഓഫ് ലേണേഴ്സ് പേഴ്സണാലിറ്റി. അതുപോലെ ലേണറിൻ്റെ പേഴ്സണാലിറ്റി ഏറ്റവും നല്ലതാക്കി വരാനും ഇത് സഹായിക്കുന്നു. ആൻഡ് ഇറ്റ് ഇവാലുവേറ്റ്സ് ദ പെർഫോമൻസ് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് പീപ്പിൾസ്. മാത്രമല്ല ടീച്ചർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, കുട്ടികൾക്കത് മനസ്സിലാവുന്നുണ്ടോ ഒക്കെ നമുക്ക് അസസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇറ്റ് ഡിസൈൻസ് പ്രോപ്പർ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ്. ആൻഡ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഡിസൈറബിൾ ടീച്ചർ പീപ്പിൾ റിലേഷൻഷിപ്സ്. ആൻഡ് ഇറ്റ് ഡെവലപ്സ് പീപ്പിൾസ് ലേണിംഗ് എബിലിറ്റീസ്. ആൻഡ് ഇറ്റ് കൺസിഡേഴ്സ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. അത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് കേട്ടോ. ഓരോ കുട്ടിയുടെയും ഡിഫറൻസ് മനസ്സിലാക്കിക്കൊണ്ടാണ് ടീച്ചിങ് മോഡൽ ഉണ്ടാവുന്നത്. And it specifies the strategies of teaching, it specifies the learning outcome, and it has instructional and nurturant effects. Okay. ഇനി ഫങ്ഷൻസ് ഓഫ് ടീച്ചിങ് മോഡലാണ് നോക്കുന്നത് കേട്ടോ. ഒന്ന്, പ്രൊവൈഡിങ് ഗൈഡൻസ്. ഒരു ടീച്ചിങ് മോഡൽ എപ്പോഴും എ മോഡൽ പ്രൊവൈഡ്സ് ഗൈഡൻസ് ടു ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ടു അറ്റൈൻ ദ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ നല്ലൊരു ഗൈഡായിട്ട് ഇത് വർക്ക് ചെയ്യുന്നു. നമുക്ക് എന്തെങ്കിലും പോയി ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ശരിക്കും ഒരു ടീച്ചറാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. നമ്മളൊരു പ്ലാനൊന്നും ഇല്ലാണ്ട് ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പോയി നാട്ടുവർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാണ്ട് ഒന്നും നടക്കില്ല. നേരത്തെ തന്നെ നമുക്കൊരു പ്ലാൻ വേണം, എന്തൊക്കെ പറയാമെന്ന്. അപ്പോൾ നമ്മൾ വിചാരിക്കുക നമുക്ക് ഇത്രയ്ക്ക് അറിവില്ലാണ്ട് ചെന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മതി. പക്ഷെ അതൊന്നും പറ്റില്ല. കറക്റ്റായിട്ട് നമ്മളൊരു ദിവസം പ്ലാൻ ചെയ്യണം. അപ്പോൾ ഒരു കൊല്ലം നമ്മൾ പഠിപ്പിച്ചു എന്ന് വിചാരിച്ചോളൂ, പിന്നെ അടുത്ത കൊല്ലാകുമ്പോഴേക്കും നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കേണ്ടതൊന്നും ആവശ്യമൊന്നും വരില്ല. പക്ഷേ ആ ഒരു വർഷത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. അതേ സിലബസിനാണെങ്കിൽ പിറ്റേ വർഷം നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് ഉപയോഗിച്ചാൽ മതി. അപ്പം എന്നാലും കാലാന്തരത്തിൽ ഒരു മാറ്റങ്ങൾ വേണം കേട്ടോ. അല്ലാതെ എപ്പോഴും ആ പഴയ സംഭവം തന്നെ വിചാരിച്ചാൽ പോരാ. നമുക്ക് കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടാവും, പക്ഷെ അത് പറയേണ്ട രീതിക്ക് പറയണം ഓരോ കുട്ടികൾക്കും. ഓക്കെ. ദെൻ ഡിസൈനിങ് ദ കരിക്കുലം, അതുപോലെ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്, ദെൻ ക്വാളിറ്റി ടീച്ചിങ്. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി, നമ്മളൊക്കെ പഠിച്ച സമയത്തത്തെ പോലെയാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്? ഒരിക്കലും അല്ലല്ലോ. നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനൊക്കെ പോയി നോക്കിയിട്ടുണ്ടാവും ഒരു ദിവസമെങ്കിലും. അപ്പോൾ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്ന എന്താ, പണ്ടത്തെ പോലെയൊന്നും പഠിപ്പിച്ചാൽ പോരാ. ഇപ്പോൾ കുട്ടികളെ നല്ലോണം അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്തൊക്കെ നമ്മൾ ഗതിയിട്ടാലും എന്തൊക്കെ സംഭവങ്ങളുണ്ടെങ്കിലും അതങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് പഠിപ്പിക്കുക തന്നെ വേണം. എന്നാലാണ് കുട്ടികൾക്ക് വേഗം കാര്യങ്ങൾ മനസ്സിലാവുക, അല്ലേ? ഇനി കമ്പോണൻസ് ഓഫ് എ ടീച്ചിങ് മോഡൽ. ഇനി എന്തൊക്കെയാണ് ടീച്ചിങ് മോഡലിൻ്റെ കമ്പോണൻസ് എന്ന് നോക്കാം കേട്ടോ. കുറേ കോമ്പോണൻസ് ഉണ്ട് അതിനകത്ത്. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഫോക്കസ്. ഫോക്കസ് മീൻസ് എ ഒബ്ജക്റ്റീവ്. ഇറ്റ് ഈസ് എ സെൻട്രൽ കമ്പോണൻറ്റ്. അപ്പം എന്താണോ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഇതിനകത്തുനിന്ന് കിട്ടേണ്ടത്, ആ സംഭവങ്ങളാണ് ഈ ഫോക്കസ് എന്ന് പറയുന്നത്, മെയിൻ ഫോക്കസ്. ഓക്കെ. അതിന് സിൻടാക്സ്. സിൻടാക്സ് ഈസ് എ സ്റ്റെപ്സ് സീക്വൻസ്ഡ് ഇൻ എ മോഡൽ. അടുത്ത ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് സിൻടാക്സ്. ഇറ്റ് ഡിസ്ക്രൈബ്സ് വാട്ട് ഈസ് ടു ബി ഡൺ ഫസ്റ്റ്, സെക്കൻഡ്, ദെൻ തേർഡ് ആൻഡ് സോ ഓൺ. ഈച്ച് മോഡൽ ഹാസ് ഇറ്റ്സ് ഓൺ സ്റ്റെപ്സ്. ഇതെന്ന് വെച്ചാൽ ആദ്യം എന്ത് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം നമ്മൾ ആലോചിക്കില്ലേ, അതുതന്നെയാണ്. ആ ഒരു കാര്യമാണ് സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ദെൻ സോഷ്യൽ സിസ്റ്റം. സോഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ടീച്ചർ ആൻഡ് ദ പ്യൂപ്പിൾ ആൻഡ് ദെയർ മ്യൂച്വൽ റിലേഷൻഷിപ്സ്. നമ്മൾ എഴുതാറില്ലേ, ഇപ്പുറത്തെ സൈഡിൽ ടീച്ചർ അങ്ങനെ ചെയ്യുന്നു, അപ്പോൾ കുട്ടികൾ ഇങ്ങനെ റെസ്പോൺസ് തരുന്നു, അതിനുശേഷം ടീച്ചർ ഇങ്ങനെ ചെയ്യുന്നു, അപ്പോൾ കുട്ടികൾ ഇന്ന റെസ്പോൺസ് തരും. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെയാണ് ഇവിടെ വരുന്നത്, ഈ സോഷ്യൽ സിസ്റ്റത്തിൽ വരുന്നത് കേട്ടോ. ഇൻ ഹൈലി സ്ട്രക്ചേർഡ് മോഡൽസ് ടീച്ചർ ഈസ് എ സെൻറ്റർ ഓഫ് ആക്ടിവിറ്റി. അപ്പം ആക്ടിവിറ്റി ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതും ശരിക്കും അതിൻ്റെ ഒരു സെൻറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ടീച്ചറായിരിക്കും. പക്ഷേ അത് ഇപ്പോഴത്തെ മോഡലിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ടൊക്കെ അങ്ങനെ ടീച്ചർ ഓറിയൻറ്റഡ് മാത്രമായിരുന്നു, പക്ഷേ ഇപ്പോൾ കുട്ടികൾക്കും കൂടി ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് കേട്ടോ. ആൻഡ് ഇൻ ലോലി സ്ട്രക്ചേർഡ് മോഡൽസ് പീപ്പിൾ ഈസ് എ സെൻറ്റർ ഓഫ് ആക്ടിവിറ്റി. അപ്പോൾ ലോലി സ്ട്രക്ചേർഡ് മോഡൽസിൽ കുട്ടികളായിരിക്കും അതിൻ്റെ മോഡൽസ്, പക്ഷേ ഹൈലി സ്ട്രക്ചേർഡ് മോഡൽസിൽ ടീച്ചറായിരിക്കും സുപ്പീരിയർ.
ആൻഡ് ഇൻ മോഡറേറ്റ്ലി സ്ട്രക്ചേർഡ് മോഡൽസിൽ പ്യൂപ്പിൾ ആൻഡ് ടീച്ചർ ആർ ദ സെൻറ്റർ ഓഫ് ആക്ടിവിറ്റീസ്. രണ്ടുപേർക്കും ഒരേപോലെ ഇതുണ്ടായിരിക്കും കേട്ടോ. ഇനി സപ്പോർട്ട് സിസ്റ്റം. ഇറ്റ് ഈസ് എ സിസ്റ്റം ദാറ്റ് പ്രൊവൈഡ്സ് ഫെസിലിറ്റീസ് ടു ദി ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് ടു സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റ് ദ സ്ട്രാറ്റജീസ് ഓഫ് ടീച്ചിങ്. സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണോ ഇവർക്ക് സഹായം നൽകുന്നത്, ഇവരുടെ ഈ ഒരു ലേണിംഗ് പ്രോസസ്സ് കറക്റ്റായിട്ട് നടക്കാൻ ഇവരെ എന്തൊക്കെ സഹായിക്കുന്നുണ്ടോ അതൊക്കെ ഈ സപ്പോർട്ട് സിസ്റ്റത്തിൽ വരും കേട്ടോ. ഇറ്റ് റെഫേഴ്സ് ടു ദ അഡീഷണൽ റിക്വയർമെൻറ്റ്സ് സച്ച് ആസ് സ്പെഷ്യൽ സ്കിൽസ് ഓഫ് ദ ടീച്ചർ, ഫിലിം, സെൽഫ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്, വിസിറ്റ് ടു സ്പെഷ്യൽ പ്ലേസസ് എക്സെട്ര. അപ്പോൾ നമ്മൾ ടൂറ് പോകുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈറ്റ് സന്ദർശിക്കുന്നതാണെങ്കിലും നമ്മൾ നടത്തുന്ന IV ഇതൊക്കെ വരുന്നതൊക്കെ സപ്പോർട്ട് സിസ്റ്റത്തിലാണ് കേട്ടോ. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ അടുത്ത കമ്പോണൻ്റ് ആണ് അഞ്ചാമത്തെ. പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ മീൻസ് ദ റിയാക്ഷൻസ് ഓഫ് ദ ടീച്ചർ ടു ദ റെസ്പോൺസസ് ഓഫ് ദി ലേണേഴ്സ് ആൻഡ് ഇറ്റ് ടെൽസ് ദ ടീച്ചർ ആസ് ഹൗ ഹി ഈസ് എക്സ്പെക്റ്റഡ് ടു റിയാക്ട് ടു ഈച്ച് ആക്ടിവിറ്റി ഓഫ് ദ സ്റ്റുഡൻസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് റിയാക്ഷൻ ആയിരിക്കും കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ചില കാര്യങ്ങളുണ്ട്. അതിനൊരു കറക്റ്റ് സ്ട്രാറ്റജി ഉണ്ട്. ഇന്ന കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കുട്ടികൾ ഇന്ന രീതിയിലായിരിക്കണം റെസ്പോണ്ട് ചെയ്യണം. അത് ഓൾറെഡി നമുക്ക് മനസ്സിലാവും. അല്ലാത്ത രീതിയിലൊന്നും അവരിങ്ങനെ റെസ്പോണ്ട് ചെയ്യില്ല. അപ്പോൾ അതിന് കുറച്ച് പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ. ആൻഡ് ഇൻസ്ട്രക്ഷണൽ എഫക്ട്സ്. Instructional effects are the effects directly achieved by the learner when led in a specific direction by the teacher, and it is also called a direct effect. ഈ ഇൻസ്ട്രക്ഷണൽ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ടീച്ചർ എങ്ങനെയാണോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അതിൻ്റെ ഒരു എഫക്റ്റാണ് കേട്ടോ. എന്ന് വെച്ചാൽ അത് നമ്മൾ കറക്റ്റായിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം ലേണേഴ്സിന്. അപ്പോൾ ദാറ്റ് ഈസ് ഇൻസ്ട്രക്ഷണൽ എഫക്ട്സ്. ദെൻ നെച്ചുറൻറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്, നെച്ചുറൻറ്റ് എഫക്ട്സ് ആർ ദ എഫക്ട്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ലേണർ ഫ്രം ദ എൻവയോൺമെൻറ്റ് ക്രിയേറ്റഡ് ബൈ ദ മോഡൽ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇൻഡയറക്റ്റ് എഫക്റ്റ്. അപ്പം നേരത്തെ ഇൻസ്ട്രക്ഷണൽ എഫക്റ്റ് ഡയറക്റ്റ് ആയിരുന്നെങ്കിൽ ഇത് ഇൻഡയറക്റ്റ് ആണ്. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് എന്ത് തോന്നി അല്ലെങ്കിൽ ഈ ഒരു മോഡലോട് കൂടിയിട്ട് കുട്ടികൾക്ക് ഈ ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന് എന്ത് കിട്ടി എന്നുള്ളതാണ് ഇവിടെ നോക്കുക കേട്ടോ. ഇനി ഫാമിലീസ് ഓഫ് മോഡൽസ് അടുത്ത അതാണ് പോയിന്റ്. ഫാമിലീസ് ഓഫ് മോഡൽസ്. ഒന്ന്, ബ്രൂസ് ലോയ്സ് ആൻഡ് മാർഷ വെയിൽ ഹാവ് അറേഞ്ച്ഡ് ആൻഡ് ക്ലാസിഫൈഡ് ദ മോഡൽസ് ഓഫ് ടീച്ചിങ് അണ്ടർ ദ ടൈറ്റിൽ മോഡേൺ ടീച്ചിങ് മോഡൽസ്. അപ്പോൾ മോഡേൺ ടീച്ചിങ് മോഡൽസ് എന്ന് പറഞ്ഞിട്ട് അവരൊരു കുറേ ടീച്ചിങ് മോഡൽസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇൻ ദ ഫോളോയിങ് 4 ഫാമിലീസ്. അവർക്കത് 4 ഫാമിലി ആയിട്ട് അവർ തരംതിരിച്ചിട്ടുണ്ട്. അപ്പം ഇത് കുറച്ച് എക്സ്ട്രാ ആയിട്ട് കുറേ ഉണ്ട്. ഇത് ഒരുപാടൊന്നും പഠിക്കേണ്ട കേട്ടോ. ഇത് ഞാൻ അങ്ങനെ പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പരീക്ഷ എഴുതിയിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇതിനെ പറ്റിയിട്ടുള്ളൊരു അറിവുണ്ടായാൽ മതി. ചിലപ്പോൾ 1 വേർഡൊക്കെ ചോദിച്ചു എന്ന് വരാം കേട്ടോ. ഇനി ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി എന്ന് പറയുന്ന ഒന്നാമത്തെ ഫാമിലിയിൽ കുറേ മോഡൽസ് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും ഇത് ഏത് ഫാമിലിയിൽ വരുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു ഫാമിലിയിൽ നിന്നുള്ളൊരു എക്സാമ്പിൾ എഴുതൂ, ഇതാണ് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് മോഡൽസ് വിച്ച് ഫോക്കസ് ഓൺ ഡെവലപ്പിംഗ് ദ ലേണേഴ്സ് എബിലിറ്റി ടു പ്രോസസ് ഇൻഫർമേഷൻ ഫ്രം ദ എൻവയോൺമെൻറ്റ്. അതാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി. നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമുക്ക് കിട്ടുന്ന ആ ഒരു ഇൻഫർമേഷനെ നമ്മൾ ലേണേഴ്സിൻ്റെ അതിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്, ഇൻഫർമേഷൻ കിട്ടുക എന്നുള്ളതാണ്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മീൻസ് ദ വേ സ്റ്റുഡൻസ് ഡീൽ വിത്ത് സ്റ്റിമുലൈ, കളക്ട് ആൻഡ് ഓർഗനൈസ് ഡാറ്റ, സെൻസ് പ്രോബ്ലംസ് ആൻഡ് മേക്ക് സൊല്യൂഷൻസ് ടു ദം. ദി റോ ഇൻഫർമേഷൻ സ്റ്റുഡൻസ് ഗ്യാദർ ഫ്രം ദി എൻവയോൺമെൻറ്റ് ആർ അനലൈസ്ഡ് ആൻഡ് അറേഞ്ച്ഡ് ടു എ ഫോം ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് കോംപ്രിഹെൻഷൻ. ഒരു ഉദാഹരണം പഠിക്കുകയാണെങ്കിൽ പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ പൂക്കളുടെയൊക്കെ നമ്മളെടുത്തിട്ട് അതിൻ്റെ എന്താണ് ഇങ്ങനെ ക്രോസ് സെക്ഷനൊക്കെ എടുത്തിട്ട് നമ്മൾ കുറേ ചെമ്പരത്തീൻ്റെ ഓരോ ഭാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ പണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റിൽ നിന്നും നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് അപ്പോൾ ഒരു ചെമ്പരത്തി പൂവിൻ്റെ നിന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറെ പൂവിൻ്റെ അവരുടെ പൂവുകൾ എങ്ങനെയാണ്, അതിൻ്റെ ഇതളുകൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഓരോന്നിനും പെറ്റൽസ് എങ്ങനെയാണ് അല്ലേ, അതൊക്കെ ഞാൻ മറന്നു കഴിഞ്ഞു കേട്ടോ, സയൻസൊക്കെ അതുകൊണ്ട്. അപ്പം എൻവയോൺമെൻറ്റിൽ നിന്ന് നമ്മൾ ഓരോന്നിങ്ങനെ പഠിക്കുകയാണ്, സംഭവം അത്രയേ ഉള്ളൂ. ആൻഡ് ദ മേജർ ഗോൾസ് ഓഫ് ദീസ് മോഡൽസ് ആർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻ്റലക്ച്വൽ എബിലിറ്റീസ്. അവരുടെ ഇൻ്റലക്ച്വൽ എബിലിറ്റീസ്, പുറത്തുനിന്ന് അവനൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് ഒബ്സർവ് ചെയ്യാനുള്ള സ്കിൽ, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗോൾ എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ പെടുന്ന എന്താ വെച്ചാൽ മോഡൽ ബൈ ജെറോം എസ് ബ്രൂണർ, ബ്രൂണറുടെ തിയറി അല്ലെങ്കിൽ അവരുടെ കോൺസെപ്റ്റ്, അതുപോലെ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ബൈ ജെറോം എസ് ബ്രൂണർ, അഡ്വാൻസ് ഓർഗനൈസ് മോഡൽ ബൈ ഡേവിഡ് പി ഒസബൽ. ഒസബലിൻ്റെ ഒക്കെ തിയറിയൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പം ഇതെല്ലാം വരുന്നത് ഈ ഒരു ഫാമിലിയിലാണ്. അതാണ്ട് പഠിച്ചു വെച്ചാൽ മതി, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി. അതിൽ വരുന്നതാണ് ഒസബലും ബ്രൂണറും. അതുകൊണ്ട് കഴിഞ്ഞല്ലോ. ഇനി അടുത്തത് പേഴ്സണൽ ഫാമിലി. പേഴ്സണൽ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് മോഡൽസ് വിച്ച് ഫോക്കസ് ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ പേഴ്സണാലിറ്റി ഓഫ് ദ ലേണേഴ്സ്. ഇവിടെ ലേണേഴ്സിൻ്റെ പേഴ്സണാലിറ്റീനെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ദ പ്രൊമിനൻറ്റ് അസംഷൻ ഈസ് ദാറ്റ് ദ പേഴ്സൺ ഹിംസെൽഫ് ഈസ് എ സോഴ്സ്
സോഴ്സ് ഓഫ് ഹിസ് എഡ്യൂക്കേഷൻ. എന്ന് വെച്ചാൽ അവനവൻ തന്നെയാണ് അവനവൻ്റെ പഠനത്തിൻ്റെ ഏറ്റവും വലിയ മൂലമായിട്ടുള്ളൊരു കാര്യം. എന്ന് വെച്ചാൽ അവനവന് വേണമെങ്കിൽ തന്നെ പഠിക്കാൻ കഴിയുള്ളൂ, വേറെ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ള ഒരു മനസ്സിലാക്കലുകൊണ്ടാണ് ഈ പേഴ്സണൽ ഫാമിലിയിൽ വരുന്നത് കേട്ടോ. ദ ഇൻഡിവിജ്വൽ ഈസ് ഗിവൺ ആൻ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ഹി ക്യാൻ പെർഫോം ഹിസ് ടാസ്ക് കംഫർട്ടബിളി ആൻഡ് ഡെവലപ്പ് ഹിസ് എബിലിറ്റീസ് ടു ദ മാക്സിമം എക്സ്റ്റെൻറ്റ്. ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് അവനവൻ്റെ കഴിവിനനുസരിച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ളൊരു എൻവയോൺമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അവൻ്റെ എബിലിറ്റീസ് മാക്സിമം എക്സ്റ്റെൻറ്റിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിനൊരു കംഫർട്ടായിട്ടുള്ളൊരു സോൺ അവർക്ക് കൊടുക്കുക എന്നുള്ളൂ. ദ മോഡൽസ് ഓഫ് ദിസ് ഫാമിലി ഡെവലപ്പ് മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്. ഇവിടെ ഈ മോഡൽ എന്ന് പറയുന്നത് ഇവിടെ ഒരു മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി ആൻഡ് വർത്ത് ബൈ പേഴ്സണൽ എക്സ്പ്രഷൻസ് ആൻഡ് ഫെസിലിറ്റേറ്റഡ്. എന്താ വെച്ചാൽ ഒരു ആളുടെ പേഴ്സണാലിറ്റീനെ എന്തൊക്കെ ഫാക്ടേഴ്സാണോ നമ്മൾ എഫക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ നല്ലതായിരിക്കണം, നല്ല രീതിയിൽ ചിന്തിക്കണം, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ, ഐഡിയലിസ്റ്റിക് ആയിരിക്കണം, ഇതൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ എല്ലാ ഡെവലപ്മെൻറ്റും ഉണ്ടാവുന്നത് ഈ ഒരു പേഴ്സണൽ ഫാമിലിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള തിയറീസിലൊക്കെ ഉണ്ട് കേട്ടോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദിസ് ഫാമിലി ഇൻക്ലൂഡ് സിനറ്റിക് മോഡൽ ബൈ വില്യം ജെ ഗോർഡൻ. ഇതൊന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. നോൺ ഡയറക്റ്റീവ് മോഡൽ ബൈ കാൾ റോജേഴ്സിനെ പറ്റിയിട്ട് ഒരു തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ദെൻ എൻഹാൻസിങ് സെൽഫ് എസ്റ്റീം മോഡൽ ബൈ എബ്രഹാം മാസ്ലോ. അപ്പം ഇത് ഇവരുടെ 3 പേരുടെയും തിയറീസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇതിപ്പോൾ നിങ്ങൾ പേഴ്സണൽ ഫാമിലിന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തിയറീസ് വരും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള പഠിക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ളത് 2 പഠിച്ചേക്കുക കേട്ടോ. ദെൻ സോഷ്യൽ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് മോഡൽസ് വിച്ച് ഫോക്കസ് ഓൺ ഡെവലപ്പിംഗ് സോഷ്യൽ റിലേഷൻഷിപ്പ് ആൻഡ് ഡെമോക്രാറ്റിക് പ്രോസസ്സസ്. സോഷ്യൽ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം സമൂഹമായിട്ട് എങ്ങനെ നമ്മൾ മിങ്കിൾ ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിൽ മെയിൻ ഫോക്കസ്. ഇറ്റ് ടേക്സ് അഡ്വാൻറ്റേജ് ഓഫ് ദ കളക്റ്റീവ് എനർജി ഓഫ് ദ ഗ്രൂപ്പ്. ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൊഡക്റ്റീവ് സോഷ്യൽ റിലേഷൻഷിപ്പ് ആൻഡ് ലേണിംഗ് ഓഫ് അക്കാദമിക് സബ്ജക്ട്സ് ആർ എംഫസൈസ്ഡ്. കുറേ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ സമൂഹമായിട്ട് നല്ല രീതിയിൽ അത് ഉപയോഗപ്രദമാക്കാനുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ആൻഡ് ഇറ്റ് ഹൈലൈറ്റ്സ് കോപ്പറേറ്റീവ് ലേണിംഗ്. ഇവിടെയാണ് കോപ്പറേറ്റീവ് ലേണിംഗ് പ്രധാനമായിട്ട് വരുന്നത് കേട്ടോ. ഡെവലപ്മെൻറ്റ് ഓഫ് പോസിറ്റീവ് ഫീലിങ്സ്, ഓക്കെ, ആൻഡ് strengthening of relationship and avoidance of loneliness are stressed. This family includes group investigation model by John Dewey and Herbert Thelin, jurisprudential inquiry model by Donald Oliver and James Shaver, etc. ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. ഈ പേരുകൾ ജസ്റ്റ് നിങ്ങൾ നോക്കി പഠിക്കുക കേട്ടോ. എന്നിട്ട് 2 പഠിച്ചു വെക്കുക എല്ലാത്തിൻ്റെയും. ഓക്കെ, ഇനി ബിഹേവിയറൽ സിസ്റ്റംസ് ഫാമിലി അടുത്ത ഫാമിലിയാണ് കേട്ടോ. It is a set of models which focus on the modification of visible behavior of the learners. It is based on the stimulus response reinforcement paradigm. ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത് ഫോക്കസ് ചെയ്യുന്നത് ഒരാളുടെ ബിഹേവിയറൽ പാറ്റേൺസ് എന്ത് ചെയ്യാണ്, മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒക്കെ ആ ഹെഡിങ് തന്നെ കിട്ടും. ആ ഹെഡിങ് കൊണ്ട് പഠിച്ചു വെച്ചാൽ മതി. 2 എക്സാമ്പിളും കഴിഞ്ഞു കാര്യം. പിന്നെ ഉപയോഗിക്കുന്ന സ്റ്റിമുലസ് റെസ്പോൺസ് റീഇൻഫോഴ്സ്മെൻറ്റ് പാരഡൈം വെച്ചിട്ടാണ് ഇത് നോക്കുന്നത് കേട്ടോ. ആൻഡ് ദിസ് ഫാമിലി ഇൻക്ലൂഡ്സ് contingency management model by B.F. Skinner and desensitization അത് നമ്മൾ പഠിച്ചിട്ടില്ല. മോഡൽ ബൈ വാൽപ്പ് ആൻഡ് സ്ട്രെസ് റിഡക്ഷൻ മോഡൽ ബൈ റിം ആൻഡ് മാസ്റ്റേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബിഹേവിയറൽ സിസ്റ്റംസ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടീച്ചിങ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു, എന്താണ് ടീച്ചിങ് സ്ട്രാറ്റജീസ് പഠിച്ചു, പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് പഠിച്ചു, മോഡൽസ് ഓഫ് ടീച്ചിങ് പഠിച്ചു, എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മോഡൽ ടീച്ചിങ് മോഡൽ പഠിച്ചു, അതിൻ്റെ ഫങ്ഷൻസ് പഠിച്ചു, പിന്നെ അതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചു, ഫോക്കസ്, സിൻടാക്സ്, സോഷ്യൽ സിസ്റ്റം, സപ്പോർട്ട് സിസ്റ്റം, പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ, ഇൻസ്ട്രക്ഷണൽ എഫക്ട്സ്, നേച്ചർ ആൻഡ് എഫക്ട്സ്, ദെൻ ഫാമിലീസ് ഓഫ് മോഡൽസ്. എന്തൊക്കെയാണ്? ഒന്ന് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി, ദെൻ പേഴ്സണൽ ഫാമിലി, ദെൻ സോഷ്യൽ ഫാമിലി, ദെൻ ബിഹേവിയറൽ സിസ്റ്റംസ് ഫാമിലി. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.